അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് യാസീന് ഓതിരാറിട്ടിരിക്കട്ടെ. യാസീൻ ഓതിരൻകത്തെ ഒരു പതിവ് എപ്പോഴും ഉണ്ടാക്കിയിരിക്കണം. യാസീന് അത്ഭുത സൂറത്താണ്. ശുദ്ധ ഖുർആനിലെ എല്ലാം സൂറത്ത് അത്ഭുതം തന്നെ. വിശിഷ്യ യാസീന്റെ കുറിച്ചിട്ട് പിന്നെ യാസീന്റെ ഉള്ള രണ്ട് സൂറത്തെ കുറിച്ചിട്ട് ഇന്ന് ശാസ്ത്ര ഗവേഷകന്മാർ, ഇജ്തിഹാദ് സംശോധകന്മാർ 1500 വർഷത്തിന് മുന്നോട്ട് ഇറക്കിയതായ യാസീനിൽ രണ്ട് സൂറത്ത് ഇപ്പൊ ആധുനിക നൂറ്റാണ്ട്, അതായത് ഇപ്പത്തെ ഈ നൗ സിറ്റുവേഷനിൽ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, അതും പിന്നെ ജന്നാമത്തത് വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദാ ഫൽ ഉർജൂനുൽ കബീർ. ഇത് രണ്ട് സംശോധനാക്കിയിട്ടുള്ള വിഷയ. അത് പകൽ വെളിച്ച പോലെ എല്ലാവരും തിരഞ്ഞെടുത്ത വിഷയമായിട്ട് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് അവിടേക്ക് പോകണ്ടില്ല. തിരിച്ചപ്പെട്ട മുഅ്മിനീകളെ, യാസീൻ ചെന്നെങ്കിൽ സൂറത്ത് യാസീനിൽ പിന്നെ വിശുദ്ധ ഖുർആനിലെ 36ാമത്തെ ഒരു സൂറത്തായിട്ട് യാസീൻ. ഇത് ഓതൽ വളരെ നല്ല പുണ്യകരമായിട്ടുള്ള കാര്യമായിട്ട്. ദി ഹാർട്ട് ഓഫ് ഖുർആൻ, ഖുർആന്റെ ഹാർട്ട്, ഖുർആന്റെ ഹൃദയം ചൊല്ലെനിക്കത്തെ പിന്നെ ഇത് നഗമാരൊക്കെ ഊത്തിയതാണ്. അതായത് മഹാന്മാർ ചൊല്ലത് ഖുർആന്റെ മഹാന്മാരായ ഫുഖഹാക്കൾ ചൊല്ലത് ഖുർആന്റെ ഹൃദയം, ഹാർട്ട് ഓഫ് ഖുർആൻ, ഖുർആന്റെ ഹാർട്ടായിരിക്കും യാസീൻ ചൊല്ല സൂറത്ത്. കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചൊല്ലുന്നു. അതായത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലികുല്ലി ഷൈഇൻ ഖൽബ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഖൽബുണ്ട്, ഒരു ഹൃദയമുണ്ട്. ഖൽബുൽ ഖുർആൻ യാസീൻ, ഖുർആന്റെ ഖൽബ് ചൊന്നെങ്കിൽ നബി ചൊന്ന എല്ലാ വസ്തുക്കും ഖൽബുണ്ട്, ഹൃദയമുണ്ട്. പക്ഷെ ഖുർആന്റെ ഖൽബുൽ ഖുർആൻ യാസീൻ, പിന്നെ ഖുർആന്റെ ഖൽബ് യാസീൻ സൂറത്തായിട്ട്. ഒമൻ ഖറഅ, ആരെങ്കിലും ഒരുത്തൻ ഓതിയാൽ, ഒമൻ ഖറഅ യാസീൻ, ആരെങ്കിലും ഒരു മനുഷ്യൻ യാസീൻ ഓതിയാൽ കതബല്ലാഹു ലഹു ബിഖിറാഅതിഹ ഖിറാഅത്തുൽ ഖുർആനി 10 മറ. ഫസ്റ്റ് ചൊന്ന നബി എല്ലാ വസ്തുവും കൽബുണ്ട്, ഖുർആന്റെ കൽബ് യാസീനായിട്ട്. ആരെങ്കിലും ഒരു മനുഷ്യൻ, ആരെങ്കിലും ഒരു യാസീൻ ഓതിയിട്ട് കണ്ടെങ്കിൽ അള്ളാഹു അവനിಗೆ എഴുതപ്പെടും. അള്ളാഹു അവನಿಗೆ എഴുതര് ചൊന്നെങ്കിൽ അത് ഓതൽ കൊണ്ട് എഴുതര് ഖുർആൻ 10 വട്ട ഖുർആൻ ഓതിയത് എത്തതായ കൂലി, ഖുർആൻ ഓതിയതായ കൂലി. അപ്പൊ യാസീൻ പതിവാക്കൽ അത്ഭുത സൂറത്താണ് യാസീൻ. യാസീനില് ഒരുപാട് ഹദീസിൽ ഒരുപാട് ആയത്തിൽ വിശദീകരണത്തിൽ യാസീൻ അർത്ഥവത്തോട് ഓതിയിട്ടുണ്ടെങ്കിൽ, സത്യത്തിൽ പറയാണെങ്കിൽ, സത്യത്തിൽ ചൊല്ലുകയാണെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ തന്നി വരും. പക്ഷെ ഖുർആൻ തദബ്ബുർ ചെയ്ത് ഓതണം, തർത്തീലാക്കിയിട്ട് ഓതണം. അത് നേരത്തെ തജ്വീദിന്റെ ക്ലാസ്സിൽ ചൊന്നോളൂ. തജ്വീദ് അനുസരിച്ച്, അതായത് എങ്ങനെ അതില് പിന്നെ ഇദ്ഗാമും ബിഗുന്ന, ഇദ്ഗാമും ബിലാ ഗുന്ന, ഹറക്കാത്ത്, സക്കനാത്ത്, അതിലെ തക്രീറാത്തുകൾ എങ്ങനെ പഠിപ്പാട്ട് ഹൈഫുകൾ ആ രൂപത്തിൽ യാസീൻ ഓതിട്ട് ഒട്രാസിനങ്ങ വേണിട്ട് മനസ്സറിയാട്ട് ഓതാൻ പാടുള്ളതുമല്ല. അങ്ങനെ ഓതിയിട്ട് കണ്ടെങ്കിൽ അവനൊരു ഖുർആൻ 10 വട്ട ഓതിയ കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിട്ടുണ്ട്. തിരിച്ചത്തെ മുഅ്മിനീകളെ, മാത്രമല്ല ഇഖ്റഉ അലാ മൗതാകും സൂറത്ത യാസീൻ. എന്റെ പിരിച്ചത്തെ മുഅ്മിനീകളെ, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത യാസീൻ. മരിച്ചവരുടെ പേരിൽ നിങ്ങൾ ഓതണം. ഹദീസ് നിങ്ങൾ ഓതണം. മരിച്ചവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം. മരണ ആസന്നമായ സമയത്ത് നിങ്ങൾ യാസീൻ ഓതണം. ഹദീസായിട്ട്. അപ്പൊ മരിച്ചവരുടെ പേരിൽ യാസീൻ ഹദിയാക്കി കണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിച്ചിട്ട് ആ മരിച്ചവരുടെ മേലിൽ ഉള്ളതായ ആ കഷ്ടത അള്ളാഹു എൽപ്പാക്കിട്ട് ഹദീസിൽ പഠിപ്പാട്ട്. റൂഹ് എൽപ്പമായിട്ട് പുറപ്പെടുമെങ്കിൽ യാസീൻ ഓതോട്ട് മഹാന്മാർ പഠിപ്പാട്ടാണ്. ഹദീസിലുണ്ട് റൂഹ്, അതായത് നിങ്ങളുടെ റൂഹ് എളുപ്പമായിട്ട്, നിങ്ങളുടെ ആത്മാവ് ഈ ലോകത്ത് വിട പറയണമെങ്കിൽ എളുപ്പമായിട്ട് വിട പറയണമെങ്കിൽ നിങ്ങൾ യാസീൻ പതിവാക്കണോ. മാത്രമല്ല ഖബറിൽ അവന്റെ കാര്യങ്ങളെല്ലാം യാസീൻ ഏറ്റെടുക്കും. അതുകൊണ്ടായിരിക്കും യാസീൻ യാസീൻ മുതൽ വൈലേഹി തുർജഊൻ മുതൽ ഖബറിൽ അവന്റെ എല്ലാ കാര്യങ്ങളും പിന്നെ നിസാരമായിട്ട് ഫിൽ ഖബർ നിസാരമായിട്ട് യാസീൻ ഹെൽപ്പാക്കിട്. മാത്രമല്ല ഖബർ നവ്വറല്ലാഹു ഖബറ, അവന്റെ ഖബർ പ്രകാശിക്കട് യാസീൻ കൊണ്ടിട്ട്.
പക്ഷെ അർത്ഥത്തോടു കൂടി ഓതണം, ഇഖ്ലാസോട് കൂടി ഓതണം, മനസ്സാനതത്തോടു കൂടി ഓതണം. എൻ്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ, യാസീനിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതായത് മൻ ഖറഅ യാസീൻ ഫീ ലൈലത്തി ഇബ്തിഗാഇ വജ്ഹില്ലാഹി ഗുഫിറ ലഹു. അതായത് അള്ളാഹുവിന് വജ്ഹിനെ കരുതി കൊണ്ടിട്ട്, അള്ളാഹുവിന്റെ പ്രീതിയെ കാംക്ഷിച്ചിട്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ യാസീൻ ഓതിയാക്കണ്ടെങ്കിൽ ഗുഫിറ ലഹു, ഒരു രാത്രിയിൽ, അതായത് ഒരു ജാവും ഒരു മനുഷ്യൻ ഒരു യാസീൻ ഓതിയാക്കണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കപ്പെടും. ഹദീസ് വിശുദ്ധ മുഅ്മിനീങ്ങളെ, മാത്രമല്ല അവർക്ക് പുറത്തു കൊടുക്കുക മാത്രമല്ല, പിന്നൊരു ഹദീസ് ചൊല്ലിട്ട് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദവാമ അലാ ഖിറാഅത്തി യാസീൻ ലിക്കുല്ലി ലൈലത്തിൻ. ആരെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ജാവലും യാസീൻ ഓതിർത്തോർത്ത ദായിമാക്കും, അങ്ങനെ ചൊല്ലൂല്ലേ, ഇപ്പോൾ പതിവാക്കണം ചെന്നിട്ടു അതാക്കി കണ്ടെങ്കിൽ സുമ്മ മാത്ത, അവൻ വന്നിട്ട് മരിച്ച, എല്ലാ ദിവസവും യാസീൻ ഓതിരാനാട്ടിക്കിട, അവൻ മരിച്ച, മാത്ത ഷഹീദൻ, അവനക്ക് ഷഹീദിന് കൂലിയാണ്. ഷഹീദിന് കൂലി നിങ്ങൾക്ക് தெரியுമല്ലോ പരിശുദ്ധ മുഅ്മിനീങ്ങളെ. ഷഹീദ് ചെന്നെങ്കിൽ നാളെ പരലോകത്ത് വെച്ചിട്ട് അവനക്ക് അള്ളാഹു കൊടുത്ത വലിയ ദറജ, ആ ദറജ കൊടുത്ത നോക്കി പടച്ചവൻ എന്നാ ദുനിയാവ് പോയി ജനമത് ഷഹീദായിട്ട് വരട്ടെ. വലിയ സ്വർഗത്തിൽ വെച്ചിട്ട് പരലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ദറജ ഷഹീദിന് കൂലിയായിട്ട് കിട്ടും പരിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ യാസീൻ ഓതല്ലേ വേണ്ടത്. അപ്പൊ യാസീന് ഞങ്ങൾ പതിവാക്കണം, എല്ലാ ജാവ് ഓതണം, എല്ലാ സുബൈൽ, പിന്നെ സുബൈൽ ഓതണം, ഒരുപാട് ബെനിഫിറ്റ്സ്. സുബൈക്ക് ഓതിയെങ്കിൽ ഒരുപാട് അതിന് പറഞ്ഞുകൊണ്ട് എനിക്കതായ ഹദീസുകളുണ്ട്. അപ്പൊ ഷഹീദ് കൊണ്ടുള്ള ഉദ്ദേശം എന്ത്? ഷഹീദ് കൊണ്ടുള്ള ഉദ്ദേശം വിശുദ്ധ ഖുർആനിൽ എന്താ ചൊല്ല്, ഷഹീദായിട്ട് മറിഞ്ഞെങ്കിൽ അങ്ങ് മറിച്ചിട്ട് പേരക്കണ്ട, ബൽ അഹ്യാഉ ഇൻദ റബ്ബിഹിം യർസുഖൂൻ. റബ്ബിന്റെ മുന്നിൽ ഹയാത്തായിട്ടുള്ള, ഖബറിൽ ഹയാത്തായിട്ടുള്ള, റബ്ബിന്റെ മുന്നിൽ ഹയാത്തായിട്ടുള്ള അങ്ങനെ അല്ലാഹു റിസ്ക് കൊടുത്തോണ്ടുള്ളൂ ഷഹീദിന് കൂലി. അപ്പൊ ഞങ്ങൾ യാസീൻ ഓതലല്ലേ വേണ്ടത് പരിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ യാസീന് ഞങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. സുബൈക്ക അല്ലെങ്കിൽ ഉച്ചയുടെ പകലിൽ അതൊരു ഹദീസ് വന്നത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ യാസീൻ ഫീ സദറിൻ നഹാർ. സദർ പറഞ്ഞാൽ മദ്യം, ഹൃദയഭാഗം. പകലിന്റെ ഹൃദയഭാഗത്തിൽ ഒരു മനുഷ്യൻ യാസീൻ ഓതിയാൽ ഖുലിയ ഹവായിജു, അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കപ്പെടും. സുനൻ ദാരിമി നിവേദനം ചെയ്യുന്ന ഹദീസ് വിശുദ്ധ മുഅ്മിനീങ്ങളെ. അങ്ങനെ പകലിന്റെ മധ്യത്തിൽ ഒരു മനുഷ്യൻ യാസീൻ ഓതിയാൽ അവന്റെ ഖുലിയ ഹാജാത്തു. പിന്നെ ഒരു ഹദീസ് ചൊല്ലു, അതായത് ഒരു മനുഷ്യൻ യാസീൻ എന്തൊക്കെ വേനായിട്ടോ ഓതിര് അത് അവനക്ക് മതി. അതിന് അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കും. അതായിട്ട് സൂറത്ത് യാസീൻ പരിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ യാസീൻ ഓതണം, ഖുർആന്റെ ഹാർട്ടായിട്ട്. അതുപോലെ തന്നെ പിന്നെ സുബൈക്ക് ഒരു മനുഷ്യൻ സുബൈക്ക് ഓതിയ യാസീൻ സുബൈ പതിവാക്കി ഡെയിലി ഓതേണ്ടതാണ്. ഇത് സുബൈക്ക് ഓതിയ മോന്തിത്തോൽ അവന്റെ റഹ്മത്തിന് മാലായിക്കന്മാർ പതികിട് മാത്രമല്ല, അവന്റെ രക്ഷാ കവചായിട്ടിക്കിട് യാസീന്. അവന്റെ കഷ്ടകാർപ്പണ്യങ്ങൾ, കഷ്ടത്തിക്ക് പരിഹാരമായിട്ടിക്കിട് മോന്തിത്തോളും. ഇന്നൊത്തൊന്ന് മോന്തിക്ക് ഓതിയെങ്കിൽ നേരത്തെ സുബൈത്ത് ചൊന്നല്ലേ, സുബൈത്തോളം മോന്തിക്ക് ഓതിയെങ്കിൽ സുബൈത്തോളം അവർക്ക് പരിഹാര മാർഗ രക്ഷാ കവചായിട്ടിക്കിടുണ്ട് ഹദീസിൽ പരിപാടിയുടെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ യാസീൻ പതിവാക്കണം. ഞങ്ങൾ അമല് ചെയ്തേല് ഒരുപാട് ഞങ്ങൾ എന്തെല്ലോ ഇൽമു പഠിച്ചോണ്ടുള്ള, പക്ഷെ ഈ കാതിൽ കേട്ടിട്ട് ഈ കാതിൽ വിട്ട് എനിക്കെത്തത്. ഖുർആനിൽ അല്ലാഹു ഒരു വാക്യം ചൊല്ലു, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. മനുഷ്യ ചൊല്ലിയത് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ഒരു ബിസ്മിയുടെ അർത്ഥ, ഒരു സലാമിന്റെ അർത്ഥ, ഒരു ഖുർആന്റെ അർത്ഥ ഞങ്ങൾ അർത്ഥവത്തോടെ മനസ്സാന്നിധ്യത്തെ അത് അമൽ ചെയ്യില്ല, അത് ചെയ്യുകയുള്ള ഒരു മനസ്സാന്നിധ്യ മനസ്സ് ഞങ്ങൾക്ക് ഇല്ല, ഇൽമു പഠിക്കുള്ള മനസ്സ് ഞങ്ങൾക്ക് ഇല്ല കണ്ടെങ്കിൽ വളരെ ബേജാറായിട്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അള്ളാഹു പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. നിശ്ചയമായിട്ട് മനുഷ്യൻ അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. ആ നന്ദികേട് കാട്ടാത്ത ഇങ്ങനെ ഉള്ള ഈ നല്ല നല്ല ക്ലാസ്സുകൾ, നല്ല നല്ലതായ നസീഹത്തുകൾ ഇത് കേട്ടിട്ട് പ്രചരിപ്പിക്കണം. കേട്ടിട്ട് മാത്രമല്ല, അത് അമൽ ചെയ്യണം. ആ അമൽ ചെയ്യുക പ്രത്യേകമുള്ള ഒരു തൗഫീഖ് റബ്ബ് തരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ യാസീന് നേരത്തെ ഉള്ള ക്ലാസ്സുകൾ ഇഖ്ലാസ് പഠിച്ച യാസീന് ഇന്ന് വേറെ ക്ലാസ്, വേറെ മറ്റേ ഖുർആന്റെ എത്രയോ അർത്ഥങ്ങളാണ് പഠിക്കുന്നത്. ഇപ്പൊ അർത്ഥം ചെന്നിട്ടില്ല, വെറും ഫലായിൽ മാത്രം ചെന്നിട്ടുള്ളൂ. ഫലായിലുള്ള നാം മനസ്സിലാക്കിയെടുത്തോളൂ, ഇപ്പൊ ഞാൻ ചെന്നിടത്തോളൂ
ഒരു 5-10% മാത്രമേ ചൊല്ലില്ല, 90% ഇന്നും ചൊല്ലുകൊണ്ട് പിടിച്ച മിനികള്. അപ്പൊ ജാസ്തി മിനിറ്റ്സ് അല്ലെങ്കിൽ ജാസ്തി മണിക്കൂറുകളുള്ളത് ചർച്ച ചെയ്യാക്കേണ്ട വിഷയം ഞങ്ങൾ കേൾക്കോട്ടയമില്ല. ഇത് കേട്ടത്, ഈ യാസിൻ ഞങ്ങൾ കേട്ടത് ഞങ്ങൾക്ക് രക്ഷാ കവച അവിടെ ചെന്നെങ്കിൽ, ഞങ്ങൾക്ക് നാളെ ഖബറിൽ പ്രകാശിക്കൽ ചെന്നെങ്കിൽ അത് ഞങ്ങൾ ഓതലാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വാലിഹായ സൽക്കർമ്മ ജീവിതത്തോടോളം ഉടനീളം ചെയ്തിട്ട് ആ അള്ളാഹുവിന്റെ സ്വർഗത്തേക്ക് പോകേണ്ട കാലക്കൂടത്തിൽ അള്ളാഹു ഞങ്ങളെ പെടുത്തട്ടെ എന്ന് മാത്രം ചൊന്നിട്ടു. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.